വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ കുക്കിംഗ് തുടങ്ങിയായി. ഇന്ന് ഒരേ സമയത്ത് കുക്ക് ചെയ്യാണ്. രണ്ടടുപ്പിലും 2 ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ മറ്റേ കോട്ടിങ്ങുള്ള പാത്രങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് പണ്ടത്തെ ഇരുമ്പ് ചീനച്ചട്ടി, ഈ ചീനച്ചട്ടിക്ക് 40 വർഷം, ഇതിന് 35 വർഷം. ഇപ്പോഴും ഒരു പോറലുമേൽക്കാതെ സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ എന്താണെന്ന് നോക്കാം. ഇന്ന് ഞാൻ വഴുതിനങ്ങ മെഴുക്ക് പുരട്ടുന്നുണ്ട്. അതിന് വേണ്ടുന്ന ചേരുവകൾ: വഴുതിനങ്ങ, കടുക്, പച്ചമുളക്, കറിവേപ്പില, കുരുമുളക് പൊടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇടും. പിന്നെ കോവയ്ക്ക കൊണ്ടൊരു കൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ കോവയ്ക്കയുണ്ട്, തക്കാളി, പച്ചമുളക്, കടുക്, മസാലയാണ് കോവയ്ക്ക മസാല. അത് മല്ലിമുളക് വറുത്ത് പൊടിച്ചതുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ. ഇത്രയും ചേരുവകളാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വഴുതിനങ്ങ മെഴുക്കുരട്ടിക്കുള്ള കടുക് പൊട്ടി, കറിവേപ്പില ഇട്ടു, വഴുതിനങ്ങ ഇട്ടു, ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് കോവയ്ക്ക മസാല ഉണ്ടാക്കാം. അതിന് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. കറിവേപ്പില ഇടാം. 2 കഷ്ണം പച്ചമുളക്, അതിനോടൊപ്പം കോവയ്ക്ക ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കാം. നല്ല ഇളയ കോവയ്ക്ക ആയിരിക്കണം. ഇതിൽ ഒരെണ്ണം മാത്രം കുറച്ച് മൂപ്പായതാണ്, അതുകൊണ്ടാണ് അതിന് ചുവന്ന കളറ്. അപ്പോൾ ഇത് രണ്ടും അടച്ച് വെച്ച് വേവിക്കാം. വഴുതിനങ്ങ ഇവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പ് ചേർക്കാം. കോവയ്ക്കകത്ത് അര ടീസ്പൂൺ ഉപ്പ്, വഴുതിനങ്ങയ്ക്കകത്ത് 1/4 ടീസ്പൂൺ ഉപ്പ്, 2 മഞ്ഞൾപ്പൊടി ഇടാം. വഴുതിനയ്ക്കകത്ത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടു. അത് യോജിപ്പിക്കാം. ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റിൽ റെഡിയാകും. ഈ കോവയ്ക്കയിലേക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴന്ന് വരട്ടെ. അടച്ച് വയ്ക്കാം. കോവയ്ക്കയിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം മല്ലിമുളക് വറുത്ത് പൊടിച്ചത് 1.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഇത്രയും മതി. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കോവയ്ക്കക്കറി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം മെഴുക്ക് പുരട്ടി റെഡിയായിട്ടുണ്ട്. വഴുതിനങ്ങ മെഴുക്ക് പുരട്ടി. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു വിഭവം കൂടെ ഉണ്ട്. നമുക്കതുകൂടെ വയ്ക്കാം. സ്റ്റൗ കത്തിച്ച് പാല് വെച്ചു. 1/2 ഗ്ലാസ് പാല്, കൽക്കണ്ടം, 2 ടേബിൾ സ്പൂൺ മുത്താറി, കൂവരക്, പഞ്ഞപ്പുല്ല്, റാഗി, ഈ പേരിലറിയപ്പെടുന്ന പൊടി. ഇതുകൊണ്ടൊരു സ്മൂത്തി ഉണ്ടാക്കാം. പാല് തിളച്ചു. പാലിലേക്ക് നമുക്ക് പനം കൽക്കണ്ടമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പഞ്ചസാര ഉപയോഗിക്കാറില്ല. പിന്നെ ശർക്കര ഉപയോഗിക്കാറുണ്ട്. അത് ഉരുക്കി അരിച്ചതിന് ശേഷം ഉപയോഗിക്കാറുള്ളൂ. ഉരുക്കി വെച്ചതില്ലാത്തതുകൊണ്ട് പനം കൽക്കണ്ടം ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മസാല റെഡിയായോ എന്ന് നോക്കാം. ഇപ്പോൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. മസാല റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഈ പാലും കൽക്കണ്ടവും ഒന്ന് അലിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മുടെ കൂവരക്, മുത്താറിപ്പൊടി കലക്കി ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ 1/2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ഒഴിച്ചാലേ അത് ഒരേപോലെ ശരിക്കും വെന്ത് കിട്ടുള്ളൂ. നല്ലപോലെ വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ കട്ട കട്ടയായിട്ടിരിക്കും. അപ്പോൾ അത് നോക്കാം. കലക്കിയെടുക്കും. മുത്താറി പേസ്റ്റാക്കി വെച്ചത് ഒഴിച്ച് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. തീ കുറച്ച് വെച്ച് കൈ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കട്ടയായി പോകും. ഒരു 10 മിനിറ്റ് സമയത്തിൽ ഇതാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വെണ്ടയ്ക്ക മസാലയും കോവയ്ക്ക മസാലയും വഴുതിനങ്ങ ഉപ്പേരിയും
പൂവരകും റെഡിയായി കഴിഞ്ഞു.